ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പേഴ്സണൽ ലോണിന് വേണ്ടി ഇപ്പോഴും ഈ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിലും ഒരുപാട് ആൾക്കാർ പല പല ബാങ്കിലായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ബാങ്കിൽ ചെല്ലുമ്പോഴും 25,000 രൂപ സാലറി വേണം, 55,000 രൂപ സാലറി വേണം. ഞാൻ ലോൺ ആപ്പിൻ്റെ RBI അപ്രൂവ്ഡുള്ള ലോൺ ആപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇത് RBI അപ്രൂവ്ഡുള്ള എന്താ പറയുക NBFCയുടെ കാര്യമാണ് പറയുന്നത്. ലോൺ ആപ്പിൽ നമുക്ക് സാലറി ഒന്നും വേണ്ട. 5,000, 10,000, 25,000 രൂപ അങ്ങനെ പല രീതിയിൽ നമുക്ക് കിട്ടും നമ്മളുടെ എലിജിബിലിറ്റി ബേസ് ചെയ്ത്. പക്ഷേ ഇവിടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് സാലറിയിൽ ചെയ്യുന്ന ഒരു NBFC, ഒരു അടിപൊളി NBFCയെ കുറിച്ചാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ ദയവീതൊന്ന് കേൾക്കുക. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമേ ഇതിൽ നിന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് റിജക്റ്റ് ആകും, പിന്നെ സിബിൽ എൻക്വയറീസ് വരും. അപ്പോൾ അതൊന്നും ചെയ്യരുത്. ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ കേട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുക. നമ്മൾ HDFCയിലോ ICICIയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തവണ കേട്ട കാര്യങ്ങളാണ്. സാലറി 25,000 രൂപ വേണം, അല്ലെങ്കിൽ 30,000 രൂപ വേണം. നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ 15,000 രൂപ സാലറി മതി. അങ്ങനെ പല SBIയിലൊക്കെ എന്ന് വെച്ചാൽ 30,000, 35,000 രൂപ ഒരു സാലറി എംപ്ലോയീസിന് അത്രയും സാലറി വേണം. അപ്പോൾ ഒരു ആവറേജ് സാലറിയിൽ, ആവറേജ് എന്നല്ല ഏറ്റവും കുറഞ്ഞ സാലറിയിൽ ലോൺ ചെയ്യുന്ന, പേഴ്സണൽ ലോൺ ചെയ്യുന്ന ഒരു കിടിലം NBFCയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർക്ക് സാലറി വെറും 12,000 രൂപ നെറ്റ് സാലറി വേണ്ടത്. നെറ്റ് സാലറി മനസ്സിലായല്ലോ, നിങ്ങളുടെ ESI, PF മറ്റ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് 12,000 രൂപ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടും. 12,000 രൂപ സാലറി ഉള്ള ഒരാൾക്ക് സിബിലെല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം, 1.25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. നിങ്ങളുടെ സാലറി 13, 14 ആണെങ്കിൽ 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ അങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ്. നമ്മളുടെ എലിജിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് ലോൺ ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ നിങ്ങൾ 6 മാസം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് മറ്റൊരു കമ്പനിയിൽ 6 മാസമായെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ 2 കമ്പനിയിലെയും സാലറി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഫുൾ ഓൺലൈൻ പ്രോസസ്സാണ്. നിങ്ങൾ കൊണ്ടുകൊടുക്കുകയോ ബാങ്കിൽ പോവുകയോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ ഒന്ന് ഓടിച്ചു പറയാം. നിങ്ങൾക്ക് 12,000 രൂപ സാലറി വേണം. വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ 1 ഇയർ എക്സ്പീരിയൻസ് തന്നെ വേണം. പിന്നെ സാലറി ക്രെഡിറ്റ് വേണ്ടത് ബാങ്ക് ത്രൂ തന്നെ ആയിരിക്കണം. ചെക്കും ക്യാഷും ഒന്നും അവർ ചെയ്യില്ല. ബാങ്കിൽ മാസാമാസം നിങ്ങൾ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആകുന്ന സാലറി ബേസ് ചെയ്ത് മാത്രമേ അവർ ലോൺ ചെയ്യുകയുള്ളൂ. മിനിമം ഒരു 10 മാസമെങ്കിലും സാലറി ക്രെഡിറ്റ് അതിൽ കാണിച്ചിരിക്കണം. ചില ആൾക്കാർ സാലറി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ സാലറി ഒന്നും കാണില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. സാലറി മാസാമാസം ആ ടൈമിൽ ക്രെഡിറ്റ് ആയിരിക്കണം. അതുപോലെ ഇപ്പം ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഫയലൊക്കെ ചെയ്യണമെങ്കിൽ അതിൽ ESIയും PF ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുകയുള്ളൂ. അല്ലാതെ ഷോപ്പ്, ഡ്രൈവേഴ്സ് ഇങ്ങനെയുള്ള ആർക്കൊന്നും ചെയ്യില്ല. ഡ്രൈവേഴ്സ് നോർമലി ക്ഷമിക്കുക, ഞാൻ അവരെക്കുറിച്ചൊരു കുറ്റം പറയുകയല്ല. B ക്ലാസ് എംപ്ലോയീസ് ചെയ്യുമ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്. അപ്പോൾ അവർ പറയുന്നത് ഡ്രൈവേഴ്സ്, സെക്യൂരിറ്റി, അതുപോലെ തന്നെ KSRTC ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ്, പോലീസ്, വക്കീൽ ഇവർക്കാർക്കും ചെയ്യില്ല എന്നാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, കിട്ടുമെങ്കിൽ ഓക്കെ. അവരുടെ എലിജിബിലിറ്റി പറയുന്നത് ഇങ്ങനെയുള്ള എംപ്ലോയീസിനാർക്കും കിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ മിക്ക സ്ഥലത്തും ഇവർ ലോൺ ചെയ്യുന്നതാണ്. പിന്നെ -1 സിബിൽ സ്കോറിലും ഇവർ ലോൺ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പിന്നെ അവസാനത്തെ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് EMI ബൗൺസോ ഒരു ഡ്യൂ പോലും വരാൻ പാടില്ല. ലാസ്റ്റ് 1 ഇയറിൽ, 1 വർഷം മുമ്പുള്ള കാര്യം പോട്ടെ, ഈ 1 വർഷം നിങ്ങളുടെ ഫയൽ പക്ക ക്ലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം ഇവർ ഇത്രയും ലോ സാലറി ചെയ്യുമ്പോൾ അത്രയും എലിജിബിലിറ്റി ചെക്കും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഇങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തവും ഫില്ല് ചെയ്യണം. ഇത് സെലക്ട് പ്രോഡക്റ്റ്, ഇതിൽ പേഴ്സണൽ ലോൺ സെലക്ട് ചെയ്യുക ആവശ്യമുള്ളവർക്ക്. പിന്നെ അൺസെക്യൂർഡ് ബിസിനസ് ലോണും ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി എല്ലാവരും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഫയൽ ഇവിടെ സെലക്ട് ചെയ്യുക. പിന്നെ താഴെ വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാൻ നമ്പർ, ഫുൾ നെയിം, പാൻ കാർഡിലുള്ള പോലെ ഫുൾ നെയിം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, കറണ്ട് റെസിഡൻസ് പിൻകോഡ് തന്നെ കൊടുക്കുക. നിങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന, വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള പിൻകോഡ് തന്നെ കൊടുക്കുക. പിന്നെ റീഡിംഗ് ലാംഗ്വേജ്, ഇത് നിങ്ങളെ അവരിങ്ങോട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ഏത് ലാംഗ്വേജിൽ എന്ന് ചോദിക്കുന്നതാണ്. നോർമലി അവിടെ നിന്ന് ഹിന്ദിക്കാർ മാത്രമേ വിളിക്കാറുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. മലയാളി എംപ്ലോയീസ് എനിക്ക് തോന്നുന്നു 2-3 പേരേ ഉള്ളൂ. കമ്പനി നെയിം, ഇവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര്.
ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, പബ്ലിക് ലിമിറ്റഡ് ആണോ, ഗവൺമെൻറ് ഫേം ആണോ, പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ ചോദിക്കുന്നതാണ്. ഇതിൽ സെൽഫ് എംപ്ലോയിയും പാർട്ണർഷിപ്പും അതേഴ്സൊന്നും ചെയ്യില്ല. അവർ ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ്, പബ്ലിക്, ഗവൺമെൻറ് ഫേം, പ്രൊപ്പറേറ്റർഷിപ്പ് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ മന്ത്ലി ഇൻ ഹാൻഡ് സാലറി ഇത് 12,000 രൂപയും അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. അതിൽ കുറഞ്ഞ്, അതായത് 1 രൂപ പോലും കുറഞ്ഞാൽ അവർ ചെയ്യില്ല. മോഡ് ഓഫ് സാലറി സ്ട്രിക്റ്റ്ലി ബേസ്ഡ് ഓൺ സ്ട്രിക്റ്റ്ലി ബാങ്ക് അക്കൗണ്ട് തന്നെ ആയിരിക്കണം. ചെക്കിങ് ക്യാഷ് ഒന്നും അവർ ചെയ്യില്ല. അതുപോലെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് 12 മാസം വേണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മാസത്തിൽ തന്നെ കൊടുക്കുക, ഇല്ലെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് കളയും. ലോൺ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ കൊടുക്കാം. നമുക്കിവിടെ 1 കോടി 2 കോടി എത്ര കോടി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മളുടെ എലിജിബിലിറ്റി ബേസ് ചെയ്താൽ അവർ ലോൺ തരികയുള്ളൂ. കറണ്ട് റെൻറ്റ്, ഇപ്പോഴത്തെ നിങ്ങളുടെ റെൻറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. കറണ്ട് മന്ത്ലി EMI, ഇപ്പോൾ എന്തെങ്കിലും EMI പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. ഇനി ഹാവ് യു ഡിലേഡ് EMI റീപേയ്മെൻറ്റ് ഇൻ ഫാസ്റ്റ് 1 ഇയർ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഈ 1 വർഷത്തിൽ ഏതെങ്കിലും ഒരു EMI നിങ്ങൾ മുടക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് യെസ് എന്ന് കൊടുത്താൽ അപ്പോൾ തന്നെ റിജക്റ്റ് ആകും. ഇനി മുടക്കിയിട്ടുണ്ടോ നോ എന്ന് കൊടുത്താലും അവർ നോക്കുമ്പോൾ റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ അതെല്ലാം സൂക്ഷിച്ച് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക. സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ സാലറി സ്ലിപ്പും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അവിടെ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, 1 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മൊബൈൽ ഏതാണോ, മീൻസ് നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, SBI ഏത് ബാങ്ക് ആയാലും ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് വീണ്ടും പുറകോട്ട് പോകേണ്ടി വരും. സാലറി സ്ലിപ്പ് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കുക. പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ആധാർ കാർഡ്, പാൻ കാർഡ് അത്രയ്ക്കേ ഉള്ളൂ. Gmail ID കൊടുക്കുക. ഇതൊക്കെയായിരിക്കും അടുത്ത ഫേസിൽ വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ക്ലിയർ ആയിട്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബാങ്കിലോ ആരുടെയോ സഹായമില്ലാതെ നമുക്ക് ലോൺ ലഭിക്കുന്നതാണ്. അതായത് ഒരു 12,000 രൂപ സാലറി ഉള്ള ഒരു നോർമൽ ആളുടെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പല തരത്തിലും ലോൺ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അറിയാം 12 രൂപ സാലറിക്ക് ഏത് ബാങ്കൊക്കെ ലോൺ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.